എന്തായാലും മമ്മൂട്ടി പറഞ്ഞത് ശരിയായില്ല. മമ്മൂട്ടി എയറിലാണോ? ഇടത്ത് സൈബർ ഇടങ്ങളിൽ മമ്മൂട്ടി എയറിലാണ്. വീഡിയോ കണ്ടല്ലോ, അത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ മമ്മൂക്ക അങ്ങനെ പറഞ്ഞത് അത്ര രസമുള്ള ഒരു കാര്യമല്ല. അയാളെ കൊച്ചാക്കുന്ന പോലെ ആയിപ്പോയി എന്നതും സത്യമാണ്. പക്ഷേ ഇതിനകത്ത് പുള്ളി പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എൻ്റെ കൂടെ നടന്നാൽ നിങ്ങൾ വിളിച്ചിട്ടാണല്ലോ ഞാൻ വന്നേന്ന് ആൾക്കാർ വിചാരിക്കുമെന്ന്. അതായത് ലാലേട്ടനെ കൊണ്ട് പിണറായി വിജയന്റെ ഇന്റർവ്യൂ നടത്തിയ ഒരു പാർട്ടി സ്പോൺസേർഡ് പരിപാടിയെ പോലെ ഇതിനെയും ആൾക്കാർ കാണും എന്നത് വെച്ചുകൊണ്ടാണ് മമ്മൂക്ക അങ്ങനെ പറഞ്ഞത്. ആ ഒറ്റ ഡയലോഗ് കൊണ്ട് കട്ട കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന മമ്മൂക്ക ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ വെറുക്കപ്പെട്ടവനായി. അതിനുശേഷം പുള്ളി സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. ജനങ്ങൾ അല്ല, അത് നമുക്കറിയില്ല. ജനങ്ങൾ ഇത് നമ്മൾ കൊടുത്തതാണ്, നമ്മുടേതാണ്. കേരളത്തിന്റെ സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മുടെ മമ്മൂക്ക ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ നൽകിയ സംഭാവനകൾ കൊണ്ട് ഒരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി നൽകിയിരിക്കുന്നു. അതിനകത്ത് ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അടുത്ത വട്ടം കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അറിയില്ല, സർക്കാർ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർ വരും എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഇല്ലെങ്കിൽ ഖുദാഗവ. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇലക്ഷൻ വരാൻ പോകുന്നതുകൊണ്ട് ആ ലെവലിൽ നടക്കുന്ന ഒരു PR-നെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. എന്ത് നൽകിയാലും, ഒരു കിറ്റ് കൊടുത്താലും ഒരു വീട് വെച്ചാലും അതെന്തോ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുതന്ന പൈസ കൊണ്ടാണ് ഈ നേതാക്കൾ നമുക്ക് തരുന്നതെന്നുള്ള ഒരു ലേബലാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ ടാക്സ് ആണ്, നമ്മൾ അങ്ങോട്ട് കൊടുത്ത പൈസയാണ് ഒരു മീഡിയേറ്റർ എന്ന രീതിയിൽ അവർ നമുക്ക് തിരിച്ചു തരുന്നത്. അല്ലാതെ അവരൊക്കെ തരുന്നത് നമുക്കൊരു ഔദാര്യമായിട്ടാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് ഈ അടിമത്തത്തിൽ നിന്ന് ഒരിക്കലും ഒരു മോചനം കാണില്ല. ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡ് പണിഞ്ഞാൽ പോലും അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെക്കും, ഇന്ന MP-യുടെ ഫണ്ടിൽ നിന്നും. അല്ല, അങ്ങനെ എഴുതി വെക്കാൻ പറ്റുന്ന MP-യുടെ അല്ലെങ്കിൽ MLA-യുടെ ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയാണോ? അല്ല, നമ്മുടെ കാശാണ്. നമ്മൾ ടാക്സ് എന്ന രീതിയിൽ അങ്ങോട്ട് കൊടുക്കുന്ന കാശ് വെറും ഒരു മീഡിയേറ്റർ ആയിട്ട് ചെയ്തു തരുന്ന ഒരാളാണ്. നമുക്ക് സേവനമാണ് അവർ തരേണ്ടത്. അല്ലാതെ അവർ ഔദാര്യമായിട്ട് ഈ കാണിക്കുന്ന ഈ പ്രഹസനമുണ്ടല്ലോ, അതാണ് നിർത്തേണ്ടത്. മമ്മൂക്കയുടെ നിലപാട് കൃത്യമാണ്. അദ്ദേഹം ആരുടെയും മുമ്പിൽ നട്ടല് പണയം വെക്കാതെ പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്.